നാട്ടുകാരെ മുഴുവൻ മത്തി തീറ്റിച്ച് ഫോർമാലിനോ ഐസോ ഇടാത്ത നല്ല കൂന്തളും കൂട്ടി ചോറുണ്ടെന്ന മാമനോടൊന്നും തോന്നില്ലേ? ഇന്നത്തെ വിശേഷം ബോട്ടിലെ കൂന്തൽ കറി അഥവാ കണവക്കറിയെക്കുറിച്ചാണ്. ആദ്യമായി മത്തിക്ക് വലയടിക്കുമ്പോൾ കിട്ടുന്ന കൂന്തൾ മാറ്റിവെച്ച് ഇതുപോലെ നല്ല വൃത്തിയായി ചതുരത്തിൽ വെട്ടിയെടുക്കണം. ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല തുടങ്ങിയ ബേസിക് മസാലകൾ മാത്രം ഇട്ടുകൊണ്ട് മുൻകൂട്ടി തയ്യാറാക്കി വെച്ച കറിയിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ച കൂന്തൽ അല്പാൽപമായിട്ട് നന്നായി ഇളക്കണം. ഉപ്പ് നമ്മൾ തന്നെ ഇടണം, ഇളക്കം ബോട്ട് നോക്കിക്കോളും. അങ്ങനെ കൂന്തൽ വെന്തൊരു പരുവമായി കഴിഞ്ഞാൽ കൂന്തൽ കഴിക്കാത്തവർക്കുള്ള പാര, വെറും പാരയല്ല അയിലപ്പാര എടുത്ത് നമ്മൾ അതിലേക്ക് ഇടണം. തുടക്കത്തിലേ ഇട്ടാൽ അത് ഉടഞ്ഞു കലങ്ങി വെറും മുള്ളു മാത്രമേ പുറത്തു വരൂ. ഫൈനൽ സ്റ്റേജ് ടെസ്റ്റർ കണ്ണപ്പൻ രതീഷിനുള്ളതാണ്. രതീഷ് അഭിപ്രായം പറയും. അങ്ങനെ നമ്മുടെ ബോട്ടിലെ കൂന്തൽ കറി റെഡിയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ബിരിയാണി ചെമ്പിൻ്റെ മൂടിയെടുത്തതുപോലെ മല പോലെ കൂട്ടിയിട്ട ചോറിലേക്ക് 2-3 കയ്യിലങ്ങോട്ട് കോരി ഒഴിച്ചടിക്കണം. അത്ര തന്നെ. ഈ പേജ് ഫോളോ ചെയ്യാൻ മറന്നാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഐസോ ഫോർമാലിനോ ഒന്നും ഇടാത്ത മത്സ്യം കഴിക്കാൻ മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇതുവരെ പറ്റിക്കപ്പെടുകയായിരുന്നെന്ന് മനസ്സിലാക്കാൻ അത് മതി.